ഗുണ്ടാ നേതാവ് അലുവാതുലിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. സംഭവം നടന്ന് 87-ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 15 പ്രതികളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടത്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കില്ല. ജിം സന്തോഷ് കൊലപാതക കേസിലെ പ്രതി അലുവ അതുലിനെ ദേശീയപാതയിൽ പുതിയകാവിന് സമീപത്ത് വെച്ച് പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പോലീസ് അതിവേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സംഭവം നടന്ന് 87-ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 15 പ്രതികളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 13 പ്രതികളെയും കുറ്റകൃത്യം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഗൂഢാലോചന നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ച 15-ാം പ്രതിയെയും കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൈനകവും തഴവ കടത്തൂരും കേന്ദ്രീകരിച്ചുള്ള സംഘടിത കുറ്റവാളി സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള പൂർവ്വ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. 2025 മാർച്ച് 27-നാണ് ജിം സന്തോഷിനെ അലുവ അതുലും കൂട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തിയത്. അതേ ദിവസം അതുലും സംഘവും ചേർന്ന് വവ്വാക്കാവിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച അനീറാണ് അതുൽ കൊലക്കേസിലെ 1-ാം പ്രതി. അതുലും കൂട്ടുകാരും പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയവരാണ് അതുൽ കൊലക്കേസിലെ മറ്റു പ്രതികൾ. ഈ സംഭവങ്ങളാണ് അതുലിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാതാകും. എല്ലാ പ്രതികളെയും കസ്റ്റഡിയിൽ പാർപ്പിച്ചു തന്നെ വിചാരണ നടത്തുന്നതിന് കോടതി മുമ്പാകെ കരുനാഗപ്പള്ളി പോലീസ് റിപ്പോർട്ട് ഹാജരാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.